സോനം വാങ്ചുക്കിന്റെ CJPയുടെ ഉപവാസ സമരങ്ങൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നീറ്റ് ഉദ്യോഗാർത്ഥികളുടെ പേരിൽ സമരം തുടങ്ങി ഒടുവിൽ അനുച്ഛേദം 370 തിരികെ കൊണ്ടുവരണമെന്നും രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നവർക്ക് ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെടുന്ന CJP പ്രൊട്ടസ്റ്റുകളുടെ പിന്നിലെ അജണ്ട എന്താണ്? നിലവിലില്ലാത്ത ഒരു കരാറിന്റെ പേരിൽ ഡൽഹി അതിർത്തിയിലേക്ക് മാർച്ച് നടത്തി ഒടുവിൽ യാഥാർത്ഥ്യമറിഞ്ഞ് മടങ്ങേണ്ടി വന്ന കർഷക സമരക്കാരുടെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ സമീപകാലത്ത് നടക്കുന്ന വിവിധ പ്രക്ഷോഭങ്ങളുടെയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ലോബികളുടെയും യഥാർത്ഥ വസ്തുതകളാണ്. മാപ്രകൾ ആരും ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ. തുടക്കത്തിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ അല്ലെങ്കിൽ കണ്ടുപിടുത്തക്കാരൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ബഹുമാനിച്ച പേരാണ് സോനം വാങ്ചുക്കിൻ്റേത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളും സമരങ്ങളും സൂക്ഷ്മമായി ഒന്ന് പരീക്ഷിച്ചാൽ അല്ലെങ്കിൽ നിരീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. കാലാവസ്ഥാ സംരക്ഷണത്തിൽ നിന്നും മാറി അതൊരു വൻ രാഷ്ട്രീയ നാടകമായി മാറിയിരിക്കുന്നു. ലഡാക്കിന് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പദവി വേണം, കേന്ദ്രഭരണ പ്രദേശമായി ലഡാക്കിന് പ്രത്യേക സംസ്ഥാന പദവി വേണം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഉപവാസം തുടങ്ങിയത്. എന്നാൽ ഇന്ത്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ ചൈനയും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്ത് ഇത്തരം വിഘടനവാദപരമായ ആവശ്യങ്ങൾ ഉയർത്തുന്നത് രാജ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിർത്തി പ്രദേശങ്ങളിൽ വൻകിട വികസന പ്രവർത്തനങ്ങളും സൈനിക മേഖല ശക്തിപ്പെടുത്തലും നടക്കുമ്പോൾ പരിസ്ഥിതിയുടെ പേരും പറഞ്ഞ് വികസന പദ്ധതികൾ തടയാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വിദേശ ശക്തികളുടെയോ അല്ലെങ്കിൽ സാധാരണ സർക്കാരിനെതിരായ അന്താരാഷ്ട്ര ലോബികളുടെയോ അജണ്ടയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലഡാക്കിലെ സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കുന്ന ഇത്തരം സമരങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് CJP അഥവാ നമ്മുടെ പാർട്ടി നടത്തുന്ന ചില പ്രക്ഷോഭങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇവർ രംഗത്ത് വന്നത്. ഉദാഹരണത്തിന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്ന് പറഞ്ഞ് സമരം തുടങ്ങുന്നു. എന്നാൽ ഈ സമരത്തിന്റെ വേദികളിലേക്ക് ചെന്ന് നോക്കൂ, അവിടെ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. കശ്മീരിലെ അനുച്ഛേദം 370 പുനഃസ്ഥാപിക്കണം, രാജ്യദ്രോഹ കേസുകളിൽ പ്രതികളായ ഉമർ ഖാലിദ് അടക്കമുള്ളവർക്ക് ജാമ്യം നൽകണം, ഹിന്ദുക്കൾക്കെതിരെയുള്ള ആഹ്വാനങ്ങൾ, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന തുക്കടെ ഗ്യാങ്ങുകൾക്ക് അഥവാ നമ്മുടെ വിഘടനവാദികൾക്ക് സ്വാതന്ത്ര്യം നൽകണം. നീറ്റ് പരീക്ഷയും കശ്മീരിലെ 370 വകുപ്പും തമ്മിൽ എന്താ ബന്ധം? ഉദ്യോഗാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ സ്വന്തം രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വിദ്യാർത്ഥികളെ മറയാക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു സമരം വന്നാലും ഈ കൂട്ടർ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നു. പ്ലക്കാർഡുകളിൽ പേരുകൾ മാറുന്നു, പക്ഷെ ആവശ്യങ്ങളും മുദ്രാവാക്യങ്ങളും എപ്പോഴും രാജ്യവിരുദ്ധവും വിഘടനവാദപരവുമായിരിക്കും. ഏറ്റവും രസകരമായ സംഭവം നടന്നത് ശംഭു അതിർത്തിയിലാണ്. പഞ്ചാബിൽ നിന്നും ആയിരക്കണക്കിന് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താനായി ഇറങ്ങിത്തിരിച്ചു. എന്താണ് ഇവരുടെ ആവശ്യം എന്നന്വേഷിച്ചപ്പോഴാണ് അതൊരു വൻ തമാശയായി മാറിയത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ, നമ്മുടെ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഇല്ലേ, അത് ഒപ്പുവെക്കാൻ പോകുന്നു. അത് കർഷകർക്ക് തിരിച്ചടിയാണ്. അതുകൊണ്ട് ആ കരാർ ഉടൻ റദ്ദാക്കണമെന്നാണ് നമ്മുടെ കർഷകരുടെ ആവശ്യം. ഇവിടെയാണ് യഥാർത്ഥ വസ്തുത കിടക്കുന്നത്. കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു കരാർ അമേരിക്കയുമായി ഒപ്പുവെച്ചിട്ടേ ഇല്ല. നിലവിൽ അങ്ങനെ ഒരു വർത്തമാനമേ ഇല്ല. നിലവിലില്ലാത്ത, ഉണ്ടാക്കിയിട്ടില്ലാത്തൊരു കരാറിന്റെ പേരിൽ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് റോഡിൽ ഇറക്കിയിരിക്കുകയാണ് ചില നിക്ഷിപ്ത താല്പര്യക്കാർ. ശംഭു, കുണ്ഡ്ലി, കനോരി അതിർത്തികളിൽ കർഷകർ തടിച്ചുകൂടിയപ്പോൾ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ നേരിട്ടെത്തി ചർച്ച നടത്തി. സർക്കാർ വളരെ വ്യക്തമായി പറഞ്ഞു, അമേരിക്കയുമായി കർഷകരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു കരാറിലും ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം തന്നെ ഇവിടെ നടന്നിട്ടില്ല. അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങളോ ചോളമോ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സത്യം മനസ്സിലായതോടെ കർഷക നേതാക്കൾക്ക് മറുപടി ഇല്ലാതായി. തങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായതോടെ അങ്ങനെ ആ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അറസ്റ്റിലായ ചില പ്രതിഷേധക്കാരെ മോചിപ്പിക്കാമെന്ന ഉറപ്പിൽ കർഷകർ സമരം അവസാനിപ്പിച്ച് അതിർത്തിയിൽ നിന്നും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എന്തൊക്കെയാണ് നടക്കുന്നത്? ഈ മാനിപ്പുലേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിലവിലില്ലാത്ത ഒരു വിഷയത്തിന്റെ പേരിൽ സമരം ഉണ്ടാക്കി രാജ്യത്ത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ ശക്തമായ പ്രഹരമായിരുന്നു ഇത്. ഇത്തരം സമരങ്ങൾ കാണുമ്പോൾ ഉടൻ തന്നെ വണ്ടി കയറി വരുന്ന ചില രാഷ്ട്രീയ നേതാക്കളും ചില ആളുകളൊക്കെയുണ്ട്.
ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയെ പോലെയുള്ളവർ ഇതിന് മികച്ച ഉദാഹരണമാണ്. ഇവിടെ നിന്ന് പോയി രഞ്ജിനി ഹരിദാസ് അടക്കം. ജമ്മു കശ്മീരിൽ സംസ്ഥാന പദവി ലഭിക്കുന്നില്ല എന്നും പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ രംഗത്ത് വന്ന ഇവർ CJPയും മറ്റ് ഗ്രൂപ്പുകളും സമരം ചെയ്യുന്ന അതേ വേദികളിലേക്ക് ഓടിയെത്തുന്നു. ഇന്നത്തെ സമരക്കാരുടെ ഒരു സ്ഥിരം ശൈലിയുണ്ട്. കയ്യിൽ ഭരണഘടനയുടെ പുസ്തകവും പിടിച്ച് ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ഫോട്ടോയും മുന്നിൽ വെച്ച് സമരം ചെയ്യുന്നു. ഭരണഘടനയെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തവർ പോലും ജനങ്ങളെ പറ്റിക്കാൻ അംബേദ്കറുടെ ചിത്രം ഒരു കവചമാക്കി ഉപയോഗിക്കുകയാണ്. അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വർഗീയത എന്നൊരു പോസ്റ്റർ നമുക്ക് അവിടെ ഒട്ടിക്കാൻ സാധിക്കില്ല എന്നാണ് അവരുടെ ധാരണ. ഭരണപരാജയങ്ങളിൽ നിന്നും യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ ഇത്തരം സമരങ്ങളെ ഭരണാധികാരികൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും കാണാം. പഞ്ചാബിലെ യുവാക്കൾ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ അകപ്പെടുമ്പോഴും അതിർത്തി കടന്ന ഡ്രോണുകൾ വഴി ആയുധങ്ങളും ലഹരി വസ്തുക്കളും ഒഴുകിയെത്തുമ്പോഴും അതിനെതിരെ നടപടിയൊന്നും എടുക്കാത്തവർ ഡൽഹിയിലെ സമരങ്ങൾക്ക് ഫണ്ട് നൽകാൻ മുൻപിലുണ്ട്. അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പക്ഷേ ജനങ്ങളെ എല്ലാ കാലത്തും മണ്ടന്മാരാക്കാൻ കഴിയില്ലെന്ന് സമീപകാല സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നു. കേന്ദ്ര സർക്കാർ ഏതൊരു നയം കൊണ്ടുവരുമ്പോഴും അതിൽ കൃത്യമായ സുതാര്യത പുലർത്തുന്നുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം കൃത്യമായി നടപ്പിലാക്കി. അതുപോലെ അനുച്ഛേദം 370 റദ്ദാക്കൽ, കശ്മീരിനെ ഇന്ത്യയുടെ പ്രധാന ധാരയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഭീകരവാദം കുറഞ്ഞു, വികസനമെത്തി. അതാണ് മാറ്റങ്ങൾ. പിന്നെ പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA, അയൽ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അഭയം നൽകാനുള്ള നിയമം നടപ്പിലാക്കി. മുത്തലാഖ് നിരോധനം, ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരിമാർക്ക് നീതി ഉറപ്പാക്കി. ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന പുസ്തകം പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കർഷക സമരങ്ങളുടെയും വ്യാജ പ്രക്ഷോഭങ്ങളുടെയും പേരിൽ കേന്ദ്ര സർക്കാരിനെ താഴെ ഇറക്കാൻ നോക്കിയവർക്ക് ഇലക്ഷനുകളിൽ ജനങ്ങൾ കൃത്യമായ മറുപടി നൽകിയത്. ഇന്ന് ഇന്ത്യയിൽ BJPക്ക് ഓപ്പോസിറ്റായി ഒരു പാർട്ടിയുണ്ടോ? ഇല്ല. സമരം കൊടികുത്തിവാണ് ഹരിയാനയിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ജനങ്ങൾ വികസനത്തിന് വോട്ട് ചെയ്യുകയാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ആ അവകാശത്തെ രാജ്യത്തിന്റെ വികസനത്തിനെതിരായോ വിഘടനവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയോ ദുരുപയോഗം ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. സോനം വാങ്ചുക്കിന്റെ ലഡാക്ക് പ്രക്ഷോഭമായാലും CJPയുടെ ഈ വിദ്യാർത്ഥി നാടകങ്ങളായാലും വ്യാജ പ്രചാരണങ്ങൾ ഉയർത്തുന്ന കർഷക മാർച്ചുകളായാലും അവയുടെ പിന്നിലെ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള ബോധം നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കണം. വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നാലെ പോകാതെ വസ്തുതകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.